ഇങ്ങനെയും ചില ഓൺലൈൻ തട്ടിപ്പുകൾ. പലതരം ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ദിനംപ്രതി കോടികൾ ഇപ്രകാരം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നുമുണ്ട്. എത്രയൊക്കെ തട്ടിപ്പിനിരയായാലും ഇത്തരം വാർത്തകൾ കേട്ടാലും നാം ഒരു പാഠം ഇതിൽ നിന്നൊന്നും പഠിക്കാറില്ല. ഇന്ന് കൊല്ലം ജില്ലയിലെ ശൂരനാട് സന്ദീപ് ഭവനിൽ നിന്നും സതീശൻ വി എന്നൊരാൾ എന്നെ വിളിച്ചത് കേൾക്കുക. പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ നൽകാം, 2 വർഷം കൊണ്ട് തവണകളായി തിരിച്ചടച്ചാൽ മതി, ലോൺ പാസ്സാക്കുവാൻ ഇൻഷുറൻസ് തുകയായി 4750 രൂപ അടച്ചാൽ ഉടൻ തന്നെ ലോൺ പാസ്സാക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് ജിതേന്ദ്രകുമാർ എന്നൊരാൾക്ക് ഗൂഗിൾ പേ വഴി 4750 രൂപ ഇദ്ദേഹം അയച്ചു കൊടുത്തു. വീണ്ടും ഒരു 12000 രൂപ കൂടി അയച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് താൻ തട്ടിപ്പിനിരയായി എന്ന വിവരം സതീശന് മനസ്സിലായത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സതീശനിൽ നിന്ന് തന്നെ കേൾക്കാം. സതീശൻ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലം ജില്ല ശൂരനാടും. സാറേ, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. അന്നേരം യൂട്യൂബിൽ കൂടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഈ മുദ്ര ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഫിനാൻസ് യൂട്യൂബിലുണ്ട് സാറേ. അതിനകത്ത് എൻ്റെ ഒരു അബദ്ധത്തിൽ ഞാനൊരു ലോൺ അപ്ലൈ ചെയ്തപ്പോഴത്തേന് അവർ പറഞ്ഞു ഒരു 4750 രൂപ ഇട്ട് തരണമെന്ന് പറഞ്ഞു. ഇട്ടാണ് ഉടനെ 24 മണിക്കൂറിനകം ഫണ്ട് നിങ്ങൾക്ക് റെഡിയാകും, 2 ലക്ഷം രൂപ ആകും. ഞാൻ ചോദിച്ചത് തരാമെന്നും പറഞ്ഞ് എല്ലാം റെഡിയാക്കി. പക്ഷേ എനിക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ആവശ്യപ്പെട്ടത് 12000 രൂപയാണ്. ഈ 12000 രൂപ എൻ്റെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ ലോൺ ക്യാൻസൽ ചെയ്തേരാം, ഞാൻ തന്ന പൈസ 5000 രൂപ തിരിച്ചു തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കത്തതും ഇല്ല, അവരുമായിട്ട് യാതൊരു ടച്ചില്ല. നിങ്ങളെ ഇങ്ങോട്ട് അവര് ലോൺ തരാമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് സമീപിച്ചാണോ അതോ നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു? എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഈ പരസ്യം കണ്ടുണ്ട്, ഈ യൂട്യൂബിനകത്ത് പരസ്യമുണ്ട് സാറേ. ഈ പിന്നെ ധനി ഫിനാൻസ്, മുദ്ര ഫിനാൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫിനാൻസ് ഉണ്ട്. അന്നേരം അതിൽ ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതുപോലെ എനിക്ക് പറ്റിയത്. അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഇങ്ങോട്ട് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞ് എനിക്ക് താല്പര്യം. പിന്നെ അവർ 2-3 വട്ടം വിളിച്ച് എല്ലാം ഓഫറാക്കി, എല്ലാം പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആക്കി. നിങ്ങളുടെ ഈ പണം എങ്ങനെ ജിപേ ആയിട്ട് അയച്ചു കൊടുത്തോ? എങ്ങനെ അയച്ചു കൊടുത്തത്? ഞാൻ ഗൂഗിൾ പേ അയച്ചു കൊടുത്തു. ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുത്തു. പിന്നെ അത് പൈസ കിട്ടിയതായിട്ട് വേറെ എന്തെങ്കിലും അക്നോളജ്മെന്റ് വല്ല അവർ തന്നോ? സാറേ, അവര് പൈസയുടെ ഒരു ഫോം തന്നിട്ടുണ്ട്. ഈ ലോണിന്റെ ഒരു ഫോം തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പർ, എന്റെ ഈ IFSC കോഡ് നമ്പർ, ഇതെല്ലാം അതിനകത്ത് ഉണ്ട്. അതിനകത്ത് മൊത്തം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം വിളിച്ചാൽ അവർക്ക് കോൺടാക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ഇപ്പൊ അവര് മൊത്തം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കംപ്ലീറ്റ്. പാറശാല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇങ്ങപ്പുറത്തെ ആ ഓഫീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? മലയാളത്തിലാണോ? മലയാളത്തിൽ, പക്ക മലയാളത്തിലാണ്. പിന്നെ ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെ, ആ പരസ്യം കണ്ടുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ ആ നമ്പർ വേറെ നമ്പർ, പാലക്കാട്ടിലുള്ള നമ്പരാണ്. അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പം അവരെന്നെ ഇങ്ങോട്ട് ചീത്ത വിളിച്ചു, അനാവശ്യമായ രീതിയിൽ എന്നെ സംസാരിച്ചു. സാർ, ഇതിന് എനിക്ക് പൈസ ഇട്ടില്ല, ഇതൊന്ന് നിർത്തി തരുവാണെങ്കിലും പാവങ്ങളായ. ഞാൻ പറയും, ഇത്തരത്തിലൊക്കെയുള്ള തട്ടിപ്പുകളിൽ വീഴരുത്. പൈസ അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അവര് ഏത് ബാങ്കാണ് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ പൈസ മേടിക്കുന്നത്? ഒരു സാമാന്യ ബോധം വേണ്ടേ? അവരുടെ എന്തെങ്കിലും ലോഗോയോ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അതുകൊണ്ട് സാർ, നമ്മുടെ മോദിയുടെ ഒരു പടവും ഉണ്ട്, വെച്ചിട്ടുണ്ട്, മുദ്ര ലോൺ എന്നുള്ള ഇതുകൊണ്ട്. പറ്റിക്കപ്പെട്ടു എന്ന് എപ്പോഴാണ് മനസ്സിലായത്? പറ്റിക്കപ്പെട്ടത് ഞാൻ 1-ാം തീയതി ഞാൻ പൈസ ഇട്ട് കൊടുത്തു. അന്ന് 4 മണി ആയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി തട്ടിപ്പാണെന്നുള്ള കാര്യം. എങ്ങനെ മനസ്സിലായി? മനസ്സിലാകുന്ന 2ാമത് പൈസ ചോദിച്ചു, 12000 രൂപ, 12500 രൂപ 2ാമത് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു എന്റെ പൈസ ഫണ്ട് ആയിട്ടുണ്ട്, 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ ആയിട്ടുണ്ട്, അപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അന്നേരം അതിന് ചെറിയൊരു വിഷയമുണ്ട്. പിന്നെ ഇതിനകത്തൊരു പൈസ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ബാങ്കുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് 12000 രൂപ നിങ്ങൾ ഈ പൈസ എടുക്കുന്നതിന് കെട്ടിവെച്ചെങ്കിലേ ആ പൈസ ഇങ്ങോട്ട് അനുവദിക്കത്തുള്ളൂ. RBക്കാർ കെട്ടിവെച്ചേക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞില്ല, RB എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. RBയോ? റിസർവ് ബാങ്കോ? റിസർവ് ബാങ്ക് അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോഴേ നമുക്കൊരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ സാറേ പറയുന്നത്, പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് 4750 എന്തിനെന്ന് പറഞ്ഞാ കൊടുത്തത്? ഇത് നമ്മുടെ ഇൻഷുറൻസിന്റെ ഫസ്റ്റ് ഇൻഷുറൻസ് അടയ്ക്കണം, അടച്ചെങ്കിലേ നിങ്ങളുടെ പൈസ. ഇൻഷുറൻസോ? ഇൻഷുറൻസ് നിങ്ങൾ പൈസ അടച്ചെങ്കിലേ നിങ്ങൾക്ക് ഈ അപ്രൂവ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഈ പൈസ ഇട്ട് കൊടുത്തത്. അന്നേരം ഞാൻ പറഞ്ഞു എല്ലാം റെഡി ആയിരിക്കണം, ഓക്കെയാണ്. അത് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന രീതിയിലുള്ള സംസാരം അവർ സംസാരിക്കുന്നത്. നമ്മൾ ആരായാലും ഈ വീണു പോകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്.
അന്നേരം ഇപ്പൊ കിട്ടുമ്പോൾ 24 മണിക്കൂറിനകം കിട്ടും അന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചാണ് അങ്ങനെ ഞാൻ പൈസ ഇട്ട് കൊടുത്തത്. ഞാൻ ഇതുപോലെ പൈസ പോയ വേറെ ആരെങ്കിലും അറിയാമോ? വേറെ ആൾക്കാരെ എനിക്കറിയത്തില്ല സാറേ. എത്തിരി പേർക്ക് ആവശ്യമൊന്നും ഉണ്ടായിരിക്കും സാറേ. എത്തിരി പേരുടെ 10,000, 15,000, 15,000 രൂപ. പക്ഷെ അവരൊന്നും ഈ ലോകത്തിനോട് പറയാതെ ഈ എത്ര ലക്ഷം രൂപ ഇതൊക്കെ ഓഫർ ലോൺ 10 ലക്ഷം രൂപ വരെ അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോൺ തരും. 10 ലക്ഷം രൂപ വരെ ലോണുണ്ട്. അതിൽ 5 ലക്ഷം രൂപ പേഴ്സണൽ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വേറെ രീതിയിലാണ് ബിസിനസ് ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന് വേറെ എന്താ ഡോക്യുമെന്റ്, കൊളാട്രൽ എന്തെങ്കിലും വേണമെന്ന് ഒരു പറഞ്ഞിരുന്നു? ഇതിന് ആധാറും വേണം. ആധാർ കൊടുക്കണം. നമ്മുടെ ലോക്കം പിന്നെ ബാങ്കിന്റെ പാസ്ബുക്കും കൊടുക്കണം. ഇത് മാത്രം മതി? ഇത് കേൾക്കുമ്പോൾ അറിയത്തില്ല ആരെങ്കിലും അങ്ങനെ ആധാർ കാർഡും സാറേ നമുക്ക് പാസ്ബുക്കും വെച്ച് കൊടുക്കും. അബദ്ധം പറ്റിപ്പോയി. ഞാൻ നേരത്തെ ഒരു പേഴ്സണൽ ലോൺ എടുത്തായിരുന്നു. ആ പേഴ്സണൽ ലോൺ ഇതുപോലെ തന്നെയായിരുന്നു. അതെനിക്ക് പൈസ കിട്ടുകയും ചെയ്ത് അടയ്ക്കുന്നുണ്ട്. ഞാൻ അത് അടച്ചു പോകുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ അതേ രീതിയിൽ വല്ലതും ആയിരിക്കും താങ്കൾ കരുതി? സർക്കാരിന്റെ വല്ല പദ്ധതിയാണെന്ന് കരുതി? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കണ്ടപ്പോ അല്ലേ? മോദിജിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു, എടാ ഈ ഇങ്ങനെയുള്ള ലോൺ ആകുമ്പോഴത്തേന് ഇങ്ങനെ സാധാരണ. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു 4 മാസം മുമ്പായിട്ട് എൻ്റെ അടുത്ത് ഈ പാരപ്പള്ളിയിലുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അത് എന്നെ വിളിച്ചും വെച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അതിനപ്പം 25,000 രൂപ ലോൺ കിട്ടിക്കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോ? സാർ പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ല. ഞാനിപ്പോൾ എനിക്ക് ചെറിയ ജോലിയുണ്ട് സാറേ. എനിക്ക് മലപ്പുറത്ത് ചെറിയൊരു ജോലിയുണ്ട്. ഞാൻ അവിടെ നിൽക്കുക. അത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പോകണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിലും പരാതി കൊടുക്കാം. പക്ഷെ മസ്റ്റായിട്ടും ഇത് കാണിച്ച് ഈ പൈസ കൊടുത്തതായിട്ടുള്ള തെളിവുകൾ കാണിച്ച് താങ്കളുടെ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ താമസിക്കുന്നത് അതിനടുത്തുള്ള പോലീസിൽ താങ്കൾ ഇതിന്റെ ഡീറ്റെയിൽസ് അടക്കം പരാതി കൊടുക്കുക. കാരണം ഇത് പോലീസ് അന്വേഷിക്കണം ഇതിന്റെ ഡീറ്റെയിൽസ്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും അനേകായിരങ്ങൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് പോലീസിന് നിങ്ങൾ പരാതി കൊടുക്കുക. അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടായിട്ടും പണം പോയിട്ടും എന്തുകൊണ്ട് ഒരു പരാതി പോലീസ് നൽകിയില്ല? അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് പ്രകാരം ഒരു പരാതി കൊടുക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, i2i ന്യൂസ് ഇന്ന് ഇപ്രകാരം ഒരു വാർത്ത നൽകുവാൻ കാരണം ഇനി ആരും ഇത്തരം ഒരു കബളിപ്പിക്കലിന് ഇരയാകരുത് എന്ന് കരുതിയാണ്. കോടിക്കണക്കിന് രൂപയാണ് പ്രതിദിനം ഇത്തരം തട്ടിപ്പുകളിലൂടെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്. പലരും നാണക്കേട് ഭയന്ന് പുറത്തു പറയാറില്ല, പരാതിയും കൊടുക്കാറില്ല. അതുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.